കഴിഞ്ഞ സൂക്കിൽ പോയ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ ആള് കുറവാണ്, അതുകൊണ്ട് കണ്ടിട്ട് ഭയങ്കര ഇടങ്ങാറെന്നൊക്കെ. ആ ഇടങ്ങാറ് അങ്ങോട്ട് മാറി കിട്ടി എനിക്ക്. സംഭവം വേറൊന്നുമില്ല, ഇന്നിവിടെ എന്തോ ഒരു ഷോ ഒക്കെ ഉണ്ട്. നിങ്ങളിപ്പോ കാണുന്നത് എന്നെ സ്നേഹം കൊണ്ട് പിടിച്ചു കൊണ്ടുപോകണതല്ല. രണ്ട് സൈഡിലും ഫുള്ള് ഡ്രസ്സ് ഷോപ്പുകളാണ്. അപ്പൊ അവിടെ കയറാതെക്കാൻ വേണ്ടിയിട്ട് എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോവാണ്. പെരുന്നാളായതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഷോപ്പുകളും ആളുകളൊക്കെ ഫുള്ള് അലങ്കൃതം. ഇവിടുന്ന് നോക്കിയപ്പോഴാണ് അറ്റത്ത് ഒരു പരിപാടി നടക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. ആരും പറഞ്ഞൊന്നുമല്ല, അവിടെ എല്ലാവരും കൂടിക്കണ്ട്. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ മെല്ലെ അങ്ങോട്ട് നീങ്ങി. ഇത് മുകളിൽ സ്ക്രീന് വെച്ചിക്കണ്ട് താഴെയാണ് ശരിക്കും പരിപാടി നടക്കുന്നത്. അവിടെയാണ് സത്യം പറഞ്ഞാൽ ആൾക്കാരുള്ളത്. നല്ല സൂപ്പർ പരിപാടിയായിരുന്നു കേട്ടോ. പോയത് മുതലായി എന്ന് തോന്നി. പക്ഷെ പരിപാടി തീരാനായപ്പോഴാണ് ഞങ്ങൾ എത്തിയത്. അത് വേറെ കാര്യം. പരിപാടിയൊക്കെ കഴിഞ്ഞ് ടാറ്റ ഒക്കെ പറഞ്ഞു. ഒരു പരിപാടി കഴിഞ്ഞപ്പോൾ തന്നെ ഒരുവിധ ആൾക്കാരൊക്കെ അവിടുന്ന് പോയിട്ട് പിന്നെ ഈ വള്ളത്തിന്റെ ഇതൊക്കെ നോക്കി കുറച്ചു നേരമൊക്കെ ഇവിടെ ഇരുന്ന് ഇസമോള് കുറച്ചു നേരം കളിച്ച്. പിന്നെ വിശപ്പിന്റെ വിളി വന്നപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ച് ഉച്ചക്ക് കഴിച്ചതാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കോർട്ട് തപ്പിപ്പോയി KFC കഴിക്കാനാ പോയത്. അപ്പോഴാണ് മനസ്സിലായത് പരിപാടി കഴിഞ്ഞ് ആരും പോയിട്ടില്ല, എല്ലാരും KFC കഴിക്കാൻ വന്നിട്ടുണ്ട് ഞങ്ങളെ പോലെ. അവിടെ പോയി വരി നിൽക്കാനുള്ള മടി കൊണ്ട് പിന്നെ ഞങ്ങൾ ഐസ്ക്രീമിൽ അങ്ങോട്ട് ഒതുക്കി. എന്തടാ എല്ലാവരും നേരത്തെ പരിപാടി കഴിഞ്ഞ സ്ഥലത്തേക്ക് ഇങ്ങനെ ഓടുകയാണ്. അപ്പൊ ഞങ്ങൾ പോലെ പിന്നാലെ അങ്ങോട്ട് ഓടി. അപ്പോഴല്ലേ മനസ്സിലായത് 9 മണിക്ക് പിന്നെ ഷോ ഉണ്ടെന്ന്. നേരത്തെ പോലെയല്ല, ഞങ്ങൾ ഇപ്രാവശ്യം ഫ്രണ്ടിൽ തന്നെ പോയി നിന്നുകൊണ്ട് പരിപാടി നല്ല കളർഫുൾ ആയിട്ട് തന്നെ കണ്ടു. നല്ല സൂപ്പർ പ്രോഗ്രാം ചെയ്യുന്നു കേട്ടോ. ആദ്യം പോലെ കൊയലൂത്ത്, പിന്നെ അത് കഴിഞ്ഞ് കണ്ട് ഏതോ ഫയറി ടൈൽസ് ഒക്കെ വന്ന് കുറെ ഡാൻസ് ഒക്കെ കളിച്ച് സൂപ്പർ ആയിരുന്നു. KFC കിട്ടിയിട്ടില്ലെങ്കിലും നല്ല പച്ചും മഞ്ഞും നീലും കളർഫുൾ ആയിട്ടുള്ള പരിപാടി കാണാൻ പറ്റിയല്ലോ. ഇവര് നല്ല സൂപ്പർ പരിപാടിയായിരുന്നു കേട്ടോ. ഞങ്ങളും പോലെ കൂടെ തന്നെ തുള്ളി. ആ തുള്ളിയുടെ കൂട്ടത്തില് ഞാൻ എന്റെ പോക്കറ്റിലിട്ട മെട്രോന്റെ കാർഡും തുള്ളിപ്പോയി. അപ്പോഴൊന്നും നോക്കിയിട്ടില്ലായിരുന്നു. പ്രോഗ്രാം കഴിഞ്ഞ് പുറത്ത് വന്നപ്പോ വെറുതെ പോക്കറ്റൊന്നും തപ്പിയപ്പോ കാർഡ് കാണാൻ പോക്കറ്റിൽ ഫോൺ എടുത്തപ്പോ അതിന്റെ കൂടെ പോയതാണ് എന്ന് തോന്നുന്നു. വീണ്ടും പ്രോഗ്രാം എടുക്കുന്ന സ്ഥലത്ത് പോയി നോക്കിയപ്പോ അവിടെ ഒന്നും കാണാനില്ല. ഇതിനതില് പൈസ ഒന്നും ഇല്ലായിരുന്നു. ഏതായാലും റീഫിൽ ചെയ്യാനുള്ള സമയമായി. പിന്നെ പുതിയ കാർഡ് എടുത്ത് ഞങ്ങൾ തിരിച്ചു പോന്നു. ഒന്നും കഴിക്കാത്തത് കൊണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും കഴിക്കാന്ന് ആദ്യം വിചാരിച്ചു. റൂമിലെത്തിയിട്ട് എന്തെങ്കിലും ഓർഡർ ചെയ്യാന്നാക്കി. മെട്രോ കഴിഞ്ഞ് ബസ്സിൽ കയറിയപ്പോ ഇവര് രണ്ടാൾ ഭയങ്കര അടി. വേറെ ഒന്നുമില്ല, ആൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം പോലും സീറ്റ്. പിന്നെ ആദ്യം സീറ്റ് പിടിച്ചതുകൊണ്ട് ഞാൻ അവിടെ നിൽക്കാൻ നിന്നില്ല. കുട്ടിമോനെ നീച്ചു കൊടുത്ത്. അങ്ങനെ ഞങ്ങൾ റൂമൊക്കെ പോയിക്കൊണ്ട് നിൽക്കുകയാണ് ഇപ്പം. ഇതാരാ ഇതങ്ങൾ കൂടെ പോന്നില്ലേ? അങ്ങനെ ഞങ്ങളെ ട്രിപ്പ് ഇവിടെ ഏതായാലും അവസാനിച്ചു. കുറെ നടന്നതുകൊണ്ട് കാലൊക്കെ തീരുമാനമായിക്കണം. ഇനി എങ്ങനെയെങ്കിലും ഒന്ന് കെടുന്നാ മതി. മാളിന്ന് KFC കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഇസ്താം മാളിന്ന് തലഭാത്ത് വഴി ഓർഡർ ചെയ്ത് കഴിച്ചു. നാട്ടിലെ KFC എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. പക്ഷെ ഇവിടെ വന്നാലും ഞാൻ KFC അഡിക്റ്റ് ആണ്. പ്രത്യേകിച്ച് ഇതിലെ ലോഡർ ഫ്രൈസ് ഭയങ്കര ടേസ്റ്റാണ്. എഡിറ്റ് ചെയ്യുമ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് വായിൽ വെള്ളം വരും. പിന്നെ അത് കഴിഞ്ഞ് കുട്ടിമോന്റെ വക ഒരു മൊജിറ്റോയും ഉണ്ടാക്കി തന്നു. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. സൂപ്പർ സാധനം. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ കുടിക്കുന്ന അതേപോലെ തന്നെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് അന്നത്തെ ദിവസം അങ്ങോട്ട് തീർന്നു.